ഹലോ. അപ്പോൾ ബിഗ് ബോസിൽ എന്തായാലും 5 സ്റ്റാർ ഹോട്ടൽ ടാസ്ക് തുടങ്ങിയിരിക്കുകയാണ്. ആദ്യമായിട്ട് ഗസ്റ്റായിട്ട് വന്നത് സീസൺ 1 വിന്നറായ സാബുമോനാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തത് ഇത് ഏത് 5 സ്റ്റാർ ഹോട്ടലാണ് ഇങ്ങനെ ഉള്ളത് എന്നാണ്. കാരണം ഗസ്റ്റ് വന്നാൽ ഉടനെ ചെന്ന് എല്ലാവരും കൂടെ സ്വീകരിച്ച് അപ്പോൾ മുതൽ വെറുപ്പിക്കൽ ആരംഭിക്കുകയാണ്. വെറുപ്പിക്കൽ നമ്പർ 1 ടണൽ ടീമാണ്. ടണൽ ടീം എന്റർടൈൻമെന്റ് ടീമാണ്. അതിലുള്ളത് അപ്സര, ശരണ്യ, നന്ദന, സായി ഒരു ഹ്യൂമനോയിഡ് റോബോട്ടാണ്. അപ്പോൾ ശരണ്യയും അപ്സരയും നന്ദനയും ഒന്നാന്തര വെറുപ്പിക്കലാണ്. ഏത് 5 സ്റ്റാർ ഹോട്ടലിലാണ് ഇങ്ങനെ വെറുപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 5 സ്റ്റാർ ഹോട്ടലിനേക്കാൾ ഉപരി ഇതൊരു കാക്കക്കൂടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വന്നപ്പോൾ മുതൽ സാബു വന്ന് കയറിയപ്പോൾ മുതൽ ഡാൻസ് ചെയ്യാം, പാട്ട് പാടാം, സ്പാ ഉണ്ട്, അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞ് പിറകെ നടന്ന് ശല്യം ചെയ്യാണ്. ടിപ്പിന് വേണ്ടി കരഞ്ഞു വിളിച്ച് ചോദിക്കുകയാണ്. ഇങ്ങനെയൊക്കെ 5 സ്റ്റാർ ഹോട്ടലിൽ കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഗസ്റ്റ് വരുന്നത് പോട്ടെ, ഒറ്റ മനുഷ്യൻ തിരിഞ്ഞു നോക്കത്തില്ല. ബി 5 സ്റ്റാർ ഹോട്ടൽ ആയതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കാം. പക്ഷെ ഇവിടെ HR മാനേജറും റിസപ്ഷനിലാണ് ഇരിക്കുന്നത്. സാബുവും വന്നപ്പോൾ തന്നെ ചോദിച്ചു HR എങ്ങനെയാണ് റിസപ്ഷനിൽ വന്നിരിക്കുന്നത്. എന്തായാലും ബി 5 സ്റ്റാർ ഹോട്ടലായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് നടക്കുന്നുണ്ട്. അതിനിടെ അടിയും നടക്കുന്നുണ്ട്. അപ്പോൾ ടണൽ ടീമാണ് എന്റർടൈൻമെന്റ് ടീം. ഞാൻ നേരത്തെ പറഞ്ഞ 4 പേർ. ഡെൻ ടീമാണ് കുക്കിങ്ങിനുള്ളത്. ജിൻഡോ, ശ്രീതു, അർജുൻ. ജാസ്മിൻ അടങ്ങുന്ന നെക്സ്റ്റ് ടീമാണ് ഹൗസ് കീപ്പിംഗ് ചെയ്യുന്നത്. ജാസ്മിൻ വിചാരിച്ച പോലെ തന്നെ നെക്സ്റ്റ് ടീമിൽ എത്തിപ്പെട്ടു എന്നത് ഭാഗ്യമാണ് ജാസ്മിന്. ആദ്യം നെക്സ്റ്റ് ടീമിൽ ഇട്ടില്ലായിരുന്നു, ടണൽ ടീമിലായിരുന്നു. അതിനുശേഷം ഋഷിക്ക് മനസ്സലിഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു മാറ്റി കൊടുത്തു. എന്തായാലും നെക്സ്റ്റ് ടീമിലാണ് ഇപ്പോൾ ജാസ്മിൻ ഉള്ളത്. അപ്പോൾ ജാസ്മിൻ ഗബ്രി പോയപ്പോൾ പറഞ്ഞത് ഗബ്രി സീക്രട്ട് റൂമിലാണ് എന്നുള്ള വിശ്വാസത്തിൽ ജാസ്മിൻ പറഞ്ഞു ഈ ആഴ്ച ഗബ്രി വന്നില്ലെങ്കിൽ അടുത്ത ആഴ്ച എനിക്ക് പുറത്തു പോകണമെന്നാണ്. പക്ഷെ ആ ആറ്റിറ്റ്യൂഡൊക്കെ മാറിയാതെ അന്നേ നമുക്കറിയാമായിരുന്നു. ആ സമയത്തുള്ള ഒരു വിക്ഷോഭത്തിൽ മാത്രം പറഞ്ഞതാണെന്ന്. കാരണം ഇപ്പോൾ നോമിനേഷൻ വന്നപ്പോൾ ജാസ്മിന്റെ പേരില്ല. അത് കണ്ടപ്പോൾ ജാസ്മിന് സന്തോഷമായി. അല്ല, പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ നോമിനേഷനിൽ പേര് വേണം എന്നുള്ള കാര്യം ജാസ്മിൻ അറിയാലോ അല്ലേ. അപ്പോൾ മിസ് ജാസ്മിന് അത് കണ്ടപ്പോൾ സന്തോഷമായി. ഗബ്രിയൊക്കെ വിട്ട് ഇപ്പോൾ ഗെയിമിലേക്ക് ജാസ്മിൻ തിരിച്ചു വന്നിരിക്കുകയാണ്. നല്ല കാര്യമാണ്. അപ്പോൾ ഡെൻ ടീം നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഡെൻ ടീം മാത്രമാണ് എനിക്ക് തോന്നുന്നത് ജോലിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ഗസ്റ്റിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിട്ട് എനിക്ക് ആദ്യം മുതൽ ഫീൽ ചെയ്തത് ഡെൻ ടീമാണ്. അവർ കുക്കിംഗ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ഡ്യൂട്ടി അവർ കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് ടീം അല്ല, ടണൽ ടീം വെറുപ്പിക്കലിന്റെ അങ്ങേയറ്റമായിരുന്നു. എന്തായാലും സാബുമോൻ ഒരു സ്മോക്കർ ആയത് ഡെൻ ടീമിന് പ്ലസ് പോയിന്റ് ആയി എന്ന് വേണം കരുതാൻ. കാരണം സ്മോക്ക് ചെയ്യുന്ന ഒരേ ഒരാൾ ജിൻഡോയാണ്. അപ്പോൾ സാബുവിന് സിഗരറ്റ് വേണമായിരുന്നു. സിഗരറ്റ് ജിൻഡോ കൊടുത്തു. അഡീഷണൽ സിഗരറ്റ് ചോദിച്ചപ്പോൾ എന്തായാലും ക്യാമറ താലെ ആട്ടി കാണിച്ചു, ഇനി കിട്ടില്ല എന്ന് പറഞ്ഞു. ജിൻഡോ വിചാരിച്ചത് കിട്ടും എന്നുള്ളതാണ്. പക്ഷെ സാബു അത് കറക്റ്റ് ചെയ്ത് കൊടുത്തു. ഇനി തരില്ല, വണ്ടി വിട്ടോളാനാണ് ബിഗ് ബോസ് പറഞ്ഞത്. അല്ല, ആ സിഗരറ്റിന് പകരം ടിപ്പായിട്ട് 10 പോയിന്റ് കിട്ടി. അതിനുശേഷം ഈ ടണൽ ടീം ടിപ്പിന് വേണ്ടി പുറകെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്യായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇറിറ്റേഷൻ കൂടിയപ്പോൾ സാബു വിചാരിച്ചു ഇവർക്ക് ഒരു പണി കൊടുക്കാന്ന്. സാബു ഇവിടെയൊക്കെ അപ്പനാണല്ലോ ആക്ച്വലി. സീസൺ 1 വന്നിട്ട് ഒരു റോൾ മോഡൽസും ഇല്ല. സ്വന്തമായിട്ട് വഴി വെട്ടി തെളിച്ച് 1ാം സ്ഥാനം നേടിയ ആളാണ് സാബു. അപ്പോൾ സാബുവിന് കളികൾ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ സാബു പറഞ്ഞു നമുക്കൊരു പ്രാങ്ക് ചെയ്യാം. ടണൽ ടീമിനാണ് ആ ടാസ്ക് കൊടുത്തത്. നോറയെ ഇറിറ്റേറ്റ് ചെയ്യണം, നോറയെ പ്രൊവോക്ക് ചെയ്യണമെന്ന്. എന്തായാലും പ്രൊവോക്ക് ചെയ്തത് നോറയാണെങ്കിലും കൊണ്ടത് ഋഷിക്കാണ്. അവിടെ വൻ അടിയായി. അവസാനം സാബു എന്നെ കൺഫ്യൂഷനിലായി, ഇവർ ആരൊക്കെ തമ്മിലാണ് അടി എന്നുള്ളത്. ജാസ്മിനോട് വെച്ചപ്പോൾ ജാസ്മിൻ പറഞ്ഞ പവർ ടീമും ടണൽ ടീമും തമ്മിലാണെന്ന്. പക്ഷേ സാബുവിന് അറിയേണ്ടിയിരുന്നത് ആക്ച്വലി യഥാർത്ഥത്തിൽ ആരൊക്കെ തമ്മിലാണെന്നാണ്. എന്തായാലും ഋഷിക്ക് അത് മനസ്സിൽ കൊണ്ടു. ഋഷി പെട്ടെന്ന് വികാരത്തിന് അടിപ്പെടുന്ന ഒരാളാണ്. ഋഷി ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ കൺട്രോളും കുറവാണ്. അപ്പോൾ ഈ സംസാരത്തിനിടയ്ക്ക് ഋഷി പറഞ്ഞു, അപ്സരയോട് പറഞ്ഞു നീ അഭിനയിക്കുകയാണെന്ന്, നീ തുടക്കം മുതൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ അപ്സര അതിന് മറുപടിയായിട്ട് പറഞ്ഞു നിനക്ക് അഭിനയിക്കാറില്ലെങ്കിൽ എന്റെ കുറ്റമാണോ. അപ്പോൾ അത് ഋഷി ആ സ്റ്റേറ്റ്മെന്റിനെ, ആ ബിഗ് ബോസ് ഹൗസിലെ സ്റ്റേറ്റ്മെന്റിനെ പ്രൊഫഷനിലേക്ക് കൊണ്ടുപോയി. ഋഷി പറയുന്നത് ഞാൻ 9-8 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള ആളാണ്, എനിക്ക് അഭിനയിക്കാറില്ലെന്ന് പറയാൻ നീ ആരാണ്? നീ ഓസ്കാർ കമ്മിറ്റിയിൽപ്പെട്ട ആളാണോ? നീ എനിക്ക് ഓസ്കാർ അവാർഡ് തരാൻ? എനിക്ക് അഭിനയിക്കാൻ അറിയാമോ ഇല്ലയോ നീയാണോ തീരുമാനിക്കുന്നതെന്നാണ്. ഇവിടെ ഋഷിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഋഷി ആ വിക്ഷോഭത്തിൽ ആ വികാരത്തിന് അടിപ്പെട്ടത് കൊണ്ട് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ അവിടുന്ന് അടർത്തി മാറ്റി, ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് അടർത്തി മാറ്റി തന്റെ പ്രൊഫഷനിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്സര പറഞ്ഞത്, അപ്സര അതൊരു വെറുപ്പിക്കൽ തന്നെയായിരുന്നു, അപ്പോഴും വെറുപ്പിക്കൽ തന്നെയായിരുന്നു. എങ്കിലും ഈ പോയിന്റിൽ അപ്സരയുടെ ഭാഗത്തൊരു ന്യായമുണ്ട്. കാരണം ഈ ഋഷി പറഞ്ഞതിന് മറുപടിയായിട്ടാണ് അപ്സര അത് പറഞ്ഞത്. അല്ലാതെ അപ്സര ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞ ഒരു കാര്യം അല്ല. അപ്പോൾ
അവിടെ സന്ദർഭോചിതമായിട്ട് നെസ്റ്റും ഇടപെട്ടു. ജാസ്മിൻ പതുക്കെ ചെന്ന് പറയുന്നുണ്ടായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങൾ കൂടെ നിൽക്കുമെന്ന്. കാരണം ഇവർക്കെല്ലാം പവർ ടീമിനോട് എതിർപ്പാണുള്ളത്. പവർ ടീമിൽ ബേസിക്കലി അൻസിബയ്ക്കും നോറയ്ക്കും വിരുദ്ധമായിട്ടാണ് ഇവർ നിൽക്കുന്നത്. അൻസിബയും നോറയും ഇവരിൽ പലർക്കും ഇഷ്ടമല്ല. അപ്പോൾ ഡെൻ ടീമും പറഞ്ഞു എന്ന് പറയുന്നു. പിന്നെയാണ് നമ്മൾ അറിയുന്നത് ഡെൻ ടീമും ഇവരോട് പറഞ്ഞു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങൾ കൂടെ നിൽക്കാമെന്ന്. ഏതായാലും എല്ലാ വെറുപ്പികൾക്കും അവസാനം സാബു പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞതിന് ശേഷം ഇവർ ചെയ്തൊരു പ്രാങ്കാണ്, നോറയ്ക്കിട്ടാണ് വെച്ചത്, കൊണ്ടത് ഋഷിക്കാണെന്ന്. എന്തായാലും ഋഷി മാപ്പ് കൊടുക്കാൻ തയ്യാറല്ല. ഋഷിയുടെ മനസ്സിൽ അത് കൊണ്ടു. ഋഷി മാപ്പ് കൊടുക്കാൻ തയ്യാറല്ല. അതിനുശേഷം ഋഷി ഒറ്റയ്ക്കിരുന്ന് തൻ്റെ അമ്മയുടെ ഫോട്ടോ ചേർത്ത് വെച്ച് കരയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഋഷിയെ കൺസോൾ ചെയ്യാൻ അപ്സരയ്ക്ക് പറ്റില്ല. കാരണം അപ്സരയെ ആൾറെഡി അവന് ഇഷ്ടമല്ല. അത് ഉള്ളിൽ ഉറഞ്ഞുപോയൊരു കാര്യമാണ്. പുറത്തവൻ സൗഹൃദം നടിക്കുന്നുണ്ടെങ്കിലും സൗഹൃദപരമായി ഇടപെടുന്നുണ്ട് എങ്കിലും ഋഷിയുടെ ഉള്ളിൽ അപ്സരയോട് ദേഷ്യമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അവസാനം ഗസ്റ്റ് കൊടുത്ത പോയിന്റുകൾ കൂട്ടി നോക്കിയപ്പോൾ ഡെന്നിനാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്, 110 പോയിന്റ്. വളരെ നല്ല കാര്യം, എനിക്ക് സന്തോഷമായി. കാരണം ടണൽ ടീം പുറകെ നടന്ന് വെറുപ്പിച്ചിട്ടും അവർക്ക് 100 പോയിന്റ് കിട്ടിയുള്ളൂ. അവർക്കും നെസ്റ്റിനും 100 പോയിന്റ് ആണ്. നെസ്റ്റും പുറകെ നടന്ന് വെറുപ്പിക്കാൻ നടന്നില്ല, എന്നിട്ടും അവർക്ക് 100 പോയിന്റ് കിട്ടി. വെറുപ്പിച്ച ടണലിന് 100 പോയിന്റ് കിട്ടി. നല്ല കാര്യമാണ്. കൂടുതൽ വെറുപ്പിച്ചാൽ കൂടുതൽ പോയിന്റ് കിട്ടും എന്നുള്ള തെറ്റിദ്ധാരണ അവർക്ക് മാറി കിട്ടിയിട്ടുണ്ടാവും. എന്തായാലും സാബുമോൻ അവിടെ കയറിയപ്പോൾ മുതൽ തന്നെ ഒരു പ്രത്യേക ഓറയാണ്. കക്ഷിയുടെ സ്വേഗ് ഒരു ഡിഫറെന്റ് ആണ്. സാബുമോൻ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുമ്പോഴുള്ള ഒരു എഫക്റ്റ് നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റും. സാബുമോൻ സിനിമയിൽ വലിയ വിജയങ്ങളൊന്നുമല്ല. ഉദാഹരണത്തിന് തൃശ്ശൂർ പൂരം എന്ന സിനിമയുടെ പരാജയത്തിന് പ്രധാന കാരണം അതിനകത്ത് മെയിൻ വില്ലനായിട്ട് വന്ന സാബുമോനാണെന്നുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ അഭിപ്രായം, ഒരു പൊതു അഭിപ്രായം തന്നെയുണ്ട്. പക്ഷെ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുമ്പോൾ സാബുമോന്റെ സ്വേഗ് ഡിഫറെന്റ് ആണ്. അത് നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യും. കക്ഷിക്ക് ഇതുപോലുള്ള കളികൾ കൃത്യമായിട്ട് അറിയാം. കളികൾ കളിക്കാനും അറിയാം, കളികൾ കൊടുക്കാനും അറിയാം. അപ്പോൾ കക്ഷി അവിടെ നിൽക്കുമ്പോൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യും ഇയാൾ എന്തോ ആണ് എന്ന്. അപ്പൊ ഇന്ന് രണ്ടാമത്തെ ഗസ്റ്റ് വരുന്നുണ്ട്. ശ്വേത മേനോനാണ് വരുന്നത്. ശ്വേത എങ്ങനെയാണ് ഇന്ന് ഗെയിം കളിക്കുന്നതെന്ന് കണ്ടതിനറിയണം. ശ്വേതയും സാബുവായിട്ട് വളരെ വ്യത്യാസമുണ്ട്. ശ്വേത കളിക്കുന്നത് വേറെ രീതിയിലായിരിക്കും. ശ്വേതയുടെ ഇന്ററാക്ഷൻ, ഇടപെടലുകളും മറ്റൊരു രീതിയിലായിരിക്കും. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ശ്വേതയെ നമ്മൾ മുമ്പ് ബിഗ് ബോസ് ഹൗസിൽ കണ്ടിട്ടുള്ളതാണ്. ശ്വേതയും സാബുവും തമ്മിൽ നല്ല അജഗജാന്തരമുണ്ട്. അപ്പോൾ ശ്വേതയുടെ ഇടപെടലുകളും ശ്വേതയുടെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി കണ്ടറിയേണ്ടത് ഈ എന്റർടൈൻമെന്റ് ടീം, ടണൽ ടീം തങ്ങളുടെ രീതി മാറ്റിപ്പിടിക്കുകയോ അതോ സ്ഥിരം വെറുപ്പിക്കൽ തുടരുമോ എന്നുള്ളതാണ്. കാരണം ഇതേ വെറുപ്പിക്കലാണെങ്കിൽ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുക, കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മൾ മാറ്റും. അത് അത്ര ബോറിംഗ് ലെവലിലേക്ക് പോകാറുണ്ട് ഇവരുടെ വെറുപ്പിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും മാറ്റാറുണ്ട്, ചാനൽ മാറ്റി വേറെ വല്ലതൊക്കെ കാണാറുണ്ട്. കാരണം എത്രയെന്ന് വെച്ചാണ് ഇവരുടെ ഈ പുറകെ നടന്നുള്ള ഡിസ്റ്റർബൻസ്. അപ്പോൾ ആ ഗസ്റ്റിന് എത്ര ഫീൽ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. എന്തായാലും സ്വന്തം കാലിൽ കോടാലി വെച്ച് വെട്ടിയ അവസ്ഥ കൂടെ ടണൽ ടീം ഉണ്ടായി. അവർ സ്വന്തം റൂം ഓഫർ ചെയ്തു. സാബു അവസാനം പറഞ്ഞു ഓക്കെ ഞാൻ ഈ റൂമിൽ തന്നെ സ്റ്റേ ചെയ്യാം. അതുകൊണ്ട് തന്നെ അവർക്ക് റൂം ഒഴിഞ്ഞ് വെളിയിൽ കിടക്കേണ്ടി വന്നു ഇന്നലെ രാത്രി. അതേസമയം നോറ പവർ ടീമിലാണ്. ഇപ്പൊ നോറ ഉള്ളിലുള്ള ദേഷ്യം, മുന്നത്തെ ദേഷ്യം മനസ്സിൽ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇന്നലെ തന്നെ ജാസ്മിനുമായിട്ട് രാത്രി ഒരു ഇഷ്യൂ ഉണ്ടായി. ജാസ്മിനോട് പണി ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു. ജാസ്മിൻ തന്റെ പ്രശ്നങ്ങൾ രശ്മിനുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടൈമിൽ നോറ വന്ന് പറഞ്ഞു നീ പോയി പണി ചെയ്യ്, നിന്റെ പണി ബാക്കിയുണ്ട്, ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞു. ആദ്യം ജാസ്മിൻ പോയില്ല, രണ്ടാമതും പോയി പറഞ്ഞു. ഏറെ ദേഷ്യപ്പെട്ടതിന് ശേഷമാണ് ജാസ്മിൻ പോയത്. അപ്പൊ ഇവിടെ തോന്നിയൊരു കാര്യം, നോറ ഉള്ളിൽ ഇപ്പോഴും ആ ദേഷ്യം വെച്ചിട്ടാണ് പെരുമാറുന്നത്. ജാസ്മിൻ അങ്ങനെ ആയിരുന്നില്ല. ജാസ്മിൻ തനിക്ക് പവർ കിട്ടിയ സമയം, താൻ ക്യാപ്റ്റനായ സമയത്ത് ഉള്ളിലുള്ള ദേഷ്യമോ പകയൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു ന്യൂട്രലായിട്ടായിരുന്നു ഇടപെട്ടുകൊണ്ടിരുന്നത്. പക്ഷെ നോറ അങ്ങനെയല്ല. നോറ ഇപ്പോഴും ഉള്ളിൽ ആ ദേഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് പെരുമാറുന്നത്. അതൊരു ശരിയായ ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ല. അതിനുശേഷം നോറയും രശ്മിയും തമ്മിൽ ഉടക്കായി. നീ അവളെ വിടാതിരുന്നപ്പോൾ എന്റെ വാല്യൂ ഇടുകയാണ്, എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ് ഫീൽ ചെയ്തത്. അനാവശ്യമായിട്ട് പിന്നെ നോറയ്ക്ക് കരയാൻ എന്തെങ്കിലും റീസൺ വേണം. റീസൺ കിട്ടി, പവർ റൂമിൽ പോയിരുന്ന് കരഞ്ഞു. എന്തോ നോറ അങ്ങോട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എപ്പോഴും കരയുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അത് റീസൺ ഉണ്ടാക്കി കരയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ജാസ്മിൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ശേഷം ഡ്യൂട്ടി ചെയ്യാൻ പോകും. ജാസ്മിനെ കൊണ്ട് ഡ്യൂട്ടി ചെയ്യിക്കുക എന്നുള്ളത് രശ്മിന്റെ അധികാര പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ രശ്മിനോട് പറഞ്ഞാൽ മതി ഇനി ശേഷം ഡ്യൂട്ടി ചെയ്യിക്കണമെന്ന്, അല്ലെങ്കിൽ രശ്മിൻ തന്നെ സ്വയം തോന്നി ചെയ്യിക്കേണ്ടതാണ്. അപ്പോൾ അതിനിടയ്ക്ക് നോറ പോയി ഇടപെട്ട് അത് കുളവാക്കേണ്ട യാതൊരു കാര്യമില്ല. അതിനുശേഷം അതിന് കരയേണ്ട കാര്യം ഒട്ടുമില്ല. അപ്പോൾ ഇവിടെ പവർ ടീമിലും തന്റെ കളികൾ കളിക്കുന്നത് അൻസിബയാണ്. അൾട്ടിമേറ്റ്ലി തീരുമാനങ്ങൾ എടുക്കുന്ന അൻസിബയാണ്. അൻസിബ ഓരോ പോയിന്റും പറഞ്ഞ് മറ്റുള്ളവരെ കൊണ്ട് എഗ്രി ചെയ്യിക്കുകയാണ്. അൻസിബ നല്ലൊരു പ്ലെയർ തന്നെയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ജോർജ് കുട്ടിയുടെ മകൾ തന്നെയാണ് അൻസിബ. അൻസിബയ്ക്ക് കൃത്യമായിട്ട് അറിയാം എവിടെ പ്ലേസ് ചെയ്യണം, എങ്ങനെ ചെയ്താൽ എങ്ങനെ തോന്നും എന്നുള്ള കാര്യം. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇതുവരെ അൻസിബയുടെ കുതന്ത്രങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി മറു ടീം എങ്ങനെയാണ് കളിക്കാൻ പോകുന്നത് എന്നനുസരിച്ചിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. ഇവിടെ സായി
ഹ്യൂമനോയിഡ് റോബോട്ടായിരുന്നു. ഹ്യൂമനോയിഡ് റോബോട്ട് അവിടെ ഇവിടെയൊക്കെ നടന്ന് വേണ്ട രീതിയിൽ പെരുമാറുന്നുണ്ടായിരുന്നു, വേണ്ട രീതിയിൽ ഗസ്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സായിയും ടണൽ ടീമിലൊരു മെമ്പറാണ്. അപ്പോൾ ജാസ്മിന് കൊടുത്ത അല്ലെങ്കിൽ ജാസ്മിന് കൊടുക്കേണ്ടിയിരുന്ന ഒരു ടോക്കൺ കക്ഷി വാങ്ങിയായിരുന്നു. പിന്നെ സാബു പറഞ്ഞതിന് ശേഷമാണ് തിരിച്ചു കൊടുത്തത്. അപ്പോൾ ഹൗസ് കീപ്പിംഗ് ടീമാണ് ജാസ്മിനും ടീമും. അപ്പോൾ ഇന്നത്തെ ഗസ്റ്റിനോട് ഇവർ എങ്ങനെയാണ് പെരുമാറുന്നത്, എങ്ങനെയാണ് ഈ BB ഹോട്ടൽ 5 സ്റ്റാർ ഹോട്ടൽ തന്നെയാവുമോ അതോ പഴയതുപോലെ കാക്കക്കൂട് പോലെ ആവുമോ എന്നുള്ളത് നോക്കി കണ്ട് തന്നെ അറിയണം. നമുക്ക് നോക്കാം എങ്ങനെയാവും എന്നുള്ള കാര്യം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.